മറ്റൊരു വാർത്ത കൂടി സുവി അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന്. അത് മറ്റൊന്നുമല്ല, റഫേൽ ഒരു വൻ സ്ഫോടനമുണ്ടായി, 50 പേരാണ് മരിച്ചത്. അതും അഭയാർത്ഥി ക്യാമ്പിൽ. ആ അഭയാർത്ഥി ക്യാമ്പിലെ സ്ഫോടനത്തിൽ ഏവരും ഞെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം. ഹമാസ് ആരോഗ്യ മന്ത്രാലയമാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇങ്ങനെ മരണം സംഭവിച്ചത്. സുവി ചേരുന്നു. സുവി, വീണ്ടും അശാന്തമാവുകയാണല്ലോ കാര്യങ്ങൾ. എൽദോ, പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ചും ഇസ്രായേലും ഒപ്പം തന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധം അത് പല ആവർത്തി ഒന്ന് കുറയുന്നു, പിന്നീട് കൂടുന്നു എന്ന തരത്തിൽ തന്നെ മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ടെല്ലവീവിനെ ലക്ഷ്യമാക്കി ഹമാസ് കഴിഞ്ഞ ദിവസം വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിന് ഇപ്പോൾ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റഫേൽ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ ആക്രമണത്തിൽ ആദ്യഘട്ടത്തിൽ 32ഓളം പേർ മരിച്ചു എന്ന വിവരമാണ് വന്നത്. അതിനുശേഷം ഇപ്പോൾ മരണസംഖ്യ ഉയരുന്ന ഒരു കാഴ്ച കാണുന്നു. നിലവിൽ 50ഓളം മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നത്. നേരത്തെയും ഈ യുദ്ധം തുടങ്ങി, ഒക്ടോബർ 7 യുദ്ധം തുടങ്ങി പല ആവർത്തി പല റെഫ്യൂജി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹമാസിനെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ നടത്തുന്നത്, അല്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിലല്ല എന്നൊരു വിശദീകരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളത്. നിലവിൽ അതിനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അഭയാർത്ഥി ക്യാമ്പുകളിൽ ഹമാസ് ആളുകൾ ഒളിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് അവിടെ ആക്രമണം നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഗാസയിൽ ഇപ്പോഴും സംഘർഷം കുറയുന്നില്ല. 50ഓളം പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ശരി ശരി സുവിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും റഫേലിയ സ്ഫോടനത്തിൽ 50 പേർ, അത് അഭയാർത്ഥി ക്യാമ്പിലാണ് സ്ഫോടനം നടന്നത് എന്ന് ഓർക്കുക.